ഒരു സിനിമയിലെ ലീഡ് ആക്ടറായിട്ട് അഭിനയിക്കുക, ആ സിനിമ ഡയറക്റ്റ് ചെയ്യുക, ആ സിനിമയിലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ മെറ്റിക്കുലസ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കുക. അതും ഏറ്റവും ക്ലീഷേഡായിട്ടുള്ള നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലീഷേഡായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ തീം വെച്ചിട്ട്. അതായത് അതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ നമ്മളുടെ തമിഴ് ആക്ടറായിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്ത രായൻ എന്ന പടം കണ്ടപ്പോൾ എനിക്കിങ്ങനത്തെ ഒരു ഫീലിംഗാണ് കിട്ടിയത്. ഞാൻ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ വളരെ എൻഗേജിങ് ആയിട്ട് എൻഗ്രോസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ് രായൻ. ഒരു മാസ് ത്രില്ലറെന്നോ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ ക്രൈം ഡ്രാമ അങ്ങനെയൊക്കെ വിളിക്കാവുന്ന ഒരു പടമാണ്. നമ്മൾ ഈ ധനുഷ് എന്ന് പറഞ്ഞ ആക്ടറിനെ ഈ സിനിമയിൽ കാണുമ്പോൾ ധനുഷിൻ്റെ ഡയറക്ടർ ഒബ്വിയസ്ലി നല്ലൊരു ജോബാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാത്തവരായ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറായിട്ടല്ലാതെ ധനുഷിനെ നമ്മൾ ഈ സിനിമയിൽ ഒരു മിനിറ്റ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ ഒരു മിനിറ്റ് പോലും ഡ്രോപ്പ് ചെയ്യാതെ ഈ മനുഷ്യൻ ഈ സിനിമ കംപ്ലീറ്റ് ഈ സിനിമയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിനെ നിർത്തിയത് എന്ന് എനിക്ക് ഭയങ്കര ഒരു കമൻറ്റബിൾ ജോബായിട്ടാണ് തോന്നിയത്. സത്യത്തിലെങ്കിൽ ധനുഷിനോടൊരു വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നി ഈ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ. കാരണം ഇപ്പം ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾ എൻഗേജിങ് ആയിരിക്കുന്ന ഒരു സംഭവം ഒരു നിമിഷം പോലും ഡ്രോപ്പ് ചെയ്യപ്പെടാതിരിക്കുക എന്ന് പറയും, നമ്മൾ ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക, സിനിമയിൽ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അതൊരു നല്ല ടാസ്ക്കാണ്. എന്തായാലും രായൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ധനുഷിൻ്റെ ഒരു ഡിറക്ഷൻ സ്റ്റൈലിൽ എനിക്ക് വളരെ ഇമ്പ്രസീവായി തോന്നിയൊരു കാര്യമാണ് ഇതിൽ കാസ്റ്റിംഗ് മാത്രമല്ല, ആക്ടേഴ്സിൻ്റെ ബെസ്റ്റ് ടാലൻസ് എങ്ങനെ യൂസ് ചെയ്തിട്ട് ഈ സിനിമയുടെ സീൻസിലേക്ക് അതിൻ്റെ ഒരു റൈറ്റ് എമൗണ്ടിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൽ ഭയങ്കര ഒരു സ്കില്ലാണ് ധനുഷ് കാണിച്ചിരിക്കുന്നത്. എല്ലാ ആക്ടേഴ്സും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിന്നിട്ട് അവരുടെ റോൾസ് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഭംഗിയാക്കുന്ന പോലെയാണ് നമുക്ക് ഈ സിനിമ. നല്ല ഇമ്പാക്റ്റാണ് അതിൻ്റെ ഒരു സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഇതിൽ രായൻ്റെ 3 സിബ്ലിങ്സ് ആയിട്ട് വരുന്നത് മുത്തുവേൽ, മാണിക്യം, ദുർഗ, സന്ദീപ് കിഷൻ, പിന്നെ കാളിദാസ് ജയറാമാണ് മാണിക്യം. അതിന് ദുർഗ ആയിട്ട് വരുന്നത് തുഷാര വിജയനാണ്. എല്ലാവരും നന്നായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി തുഷാരയ്ക്കൊക്കെ ഒരുപാട് പെർഫോമൻസ് സ്കോപ്പുള്ള മൾട്ടി ആംഗിൾ സ്കോപ്പുള്ള ഒരു റോളാണ് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ മുത്തുവിൻ്റെ പേരായിട്ട് വരുന്നത് മേഖല എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വരുന്നത് അപർണ ബാലമുരളിയാണ്. ഒരു സോങ് സീക്വൻസിൽ അപർണ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു ഭയങ്കര അൺബൈസ്ഡായിട്ട് ആ ക്യാരക്ടർ മൊത്തമായിട്ട് എൻജോയ് ചെയ്തിട്ട് അതിലിങ്ങനെ ഒരു മുഖത്ത് എടുത്തിട്ടൊക്കെ അഭിനയിക്കാൻ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അപർണ ഈ സിനിമയിൽ. പിന്നെ ഇതിൽ ഇവരുടെ രായൻ ഫാമിലിയുടെ ഒരു വളരെ ട്രസ്റ്റ് വർത്തിയായിട്ട് ഒരു ഫാദർ ഫിഗർ ആയിട്ട് വരുന്ന ഒരാളാണ് സെൽവരാഘവൻ. നന്നായിട്ട് നല്ല റോളാണ്. പിന്നെ വരലക്ഷ്മിയും ദിവ്യ പിള്ളയൊക്കെ കുറച്ച് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത റോൾസിൽ വരുന്നുണ്ട്. പിന്നെ SG സൂര്യ ഇതിൽ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള, അതായത് ഗാങ്സ്റ്റർ സേതു എന്ന് പറഞ്ഞ റോളിലാണ് വരുന്നത്. അത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നുമല്ല, പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സേതുവിനെ ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെയാണ് ഒരു ആക്ട്രസിൻ്റെ ഒരു കാസ്റ്റിംഗ്. ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയിൽ. രായൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് AR റഹ്മാനാണ്. ഈ പടത്തിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്പേസിൽ ഒരു ട്രാക്ക്, അടങ്ങാത്ത അസുരം എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന പ്രഭുദേവയാണ്. ഈ പാട്ടും ഈ ഒരു കൊറിയോഗ്രാഫിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഒരു ഫേസിൽ ഈ സിനിമയുടെ ടെമ്പോ ലിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. അതിൽ തന്നെ ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എക്സ്പോസ് ചെയ്യപ്പെട്ടതിൻ്റെ പരമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ലുക്സൊക്കെയാണ് ഭയങ്കര ഇമ്പാക്റ്റാണ് സ്ക്രീനിൽ കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത് അണ്ണൻ, തമ്പി, തങ്കച്ചി ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ, അതിൻ്റെ ആ ബോണ്ടിൽ വരാനിടയുള്ള എല്ലാവിധ മെലോ ഡ്രാമകൾക്ക് നല്ല സ്കോപ്പുണ്ട്.
ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ സ്റ്റക്കായി കിടക്കുന്നൊരു ഒരു തീമാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഇത്തരം മെലോ ഡ്രാമയൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നൊരു പടമാണ്. പക്ഷേ ഇതിൽ ഈ രായൻ എന്ന് പറഞ്ഞ ധനുഷ് എന്ന ക്യാരക്ടർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അയാളുടെ 3 സിബ്ലിങ്സിനെയും ഏറ്റെടുക്കേണ്ടി വന്നൊരു മനുഷ്യനാണ്. അതിൽ തന്നെ ഒരു ചൈൽഡ്ഹുഡ് അഭിനയിക്കുന്ന ഒരു ആക്ടർ തൊട്ട് ആ ആക്ടർ തന്നെ ഈ ഫ്യൂച്ചറിൽ ഈ രായൻ ആവാൻ പോകുന്ന ധനുഷിൻ്റെ ഒരു കോൾഡായിട്ടുള്ളൊരു ഒരു ഒരു പേഴ്സോണയാണ് അത്. ഈ ആക്ടർ തന്നെ അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നുണ്ട്. അത്രയ്ക്കും ഒരു എന്താ പറയുക, അത്രയ്ക്കും തോട്ട്ഫുള്ളായിട്ടാണ് ഇതിൽ ധനുഷ് ഇതിൻ്റെ ആക്ട്രേഴ്സിനെ പിക്ക് ചെയ്തിരിക്കുന്നത്. ഒരാൾ പോലും, അതായത് എല്ലാവർക്കും ഒരു മേജർ റോൾസ് അല്ല ഇതിൽ വരുന്നത്. എല്ലാവർക്കും റോൾസ് ഉണ്ട്, പക്ഷേ ഈ എല്ലാ റോളുകളും റെലവൻ്റ് ആക്കുക, ഏറ്റവും ചെറിയ ഇതിൽ വരുന്ന ആളുകളെ പോലും റെലവൻ്റ് ആക്കുക എന്ന് പറയുന്നൊരു സംഭവം ഇതിൻ്റെ സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ പ്രകാശ ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടർ റോളാണ്. അപ്പോൾ അവിടെ ഒരു പീസ് ട്രീറ്റിൽ വളരെ നന്നായിട്ട് പോകുന്ന ഒരു കോളനി, അവിടുത്തെ ഒരു ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഈ ഇൻസ്പെക്ടർ നിൽക്കുന്നത്. അതൊക്കെ ശരിക്കും വളരെ സൈഡ് ലൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് അത് വലിയൊരു മെയിൻ സ്ട്രീമിലുള്ള റോളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ ഈവൻ ആ ഇൻസ്പെക്ടർക്ക് മൂപ്പര കൂടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതിലൊരു റെലവൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്ന ഗാങ്സ്റ്റേഴ്സ് ആയാലും അതിൻ്റെ ഹെഡുകളായിട്ട് വരുന്ന, ഇപ്പോൾ ശരവണ ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. ശരവണ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ വളരെ കുറച്ച് സമയത്തേക്ക് വരുന്നതാണ്. പക്ഷെ ഈ സിനിമയിൽ ഒരു സ്റ്റാറ്റിക് ഷോട്ടുണ്ട്. ഒരു രായൻ ഈ ശരവണയുടെ വീട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആളൊരു ചെയറിലിരിക്കുന്നൊരു ഷോട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ ഷോട്ട് കാണുമ്പോണ്ടല്ലോ നമുക്ക് അറിയില്ല, നമുക്ക് ഒരുപാട് ഫീലിങ്സ് വരുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും അതിൻ്റെ ആ ആക്ഷൻ സീക്വൻസിൻ്റെ ഭംഗിയും അതിൽ ധനുഷ് കൊണ്ടുവരുന്ന ഒരു ആക്ടിങ്, അതുപോലെ തന്നെയാണ് ഈ ശരവണ കൊണ്ടുവരുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കൊണ്ടുവരുന്നൊരു സംഭവം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേറൊരു ഇതിൽ സിസ്റ്ററായിട്ടുള്ള, അതായത് രായൻ്റെ സിസ്റ്ററായിട്ടുള്ള ദുർഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിലുള്ള തുഷാര വിജയൻ ഒരു വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഷോട്ട് ഒരു സീനിൽ അഭിനയിക്കുമ്പോഴൊക്കെ വരുന്നൊരു ഇഫക്റ്റുണ്ട്. അത് എവിടെ നിന്നാണ് ഈ ഇഫക്റ്റ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ബാക്കി ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ സ്ക്രീനിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റുള്ള ഷോട്ടുകളാണ് കേട്ടോ അതിൽ കംപ്ലീറ്റ് ഉള്ളത്. അതായത് വളരെ ഫാസ്റ്റായിട്ടാണത് ഇതിൻ്റെ കട്ടുകൾ പോകുന്നത്. ഒരുപാട് ഇൻ്റർകട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ എഡിറ്റർ GV പ്രസന്നയാണ്. നല്ല സൂപ്പർ എഡിറ്റിംഗ് ആണ്. അതുപോലെ തന്നെയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഓം പ്രകാശാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിൽ വേറൊരു വലിയ ഈ സിനിമയുടെ ഒരു സക്സസ്സിന് അല്ലെങ്കിൽ നമ്മളെങ്ങനെ കംപ്ലീറ്റ്ലി ഇതിൽ എൻഗേജ് ആക്കി കൊണ്ടുവന്നതിലൊരു വലിയ റോള് വഹിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ സിനിമയുടെ ഒരു ആക്ഷൻ സീക്വൻസുകൾ എന്ന് പറയുന്നത്. പീറ്റർ ഹെയ്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധനുഷ് തന്നെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അതായത് പീറ്റർ ഹെയ്നെ ഇതിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ എന്ന് വിളിക്കരുത്, സ്റ്റണ്ട് ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് നമുക്ക് തോന്നും കേട്ടോ. ഒരുപാട് ബ്ലഡ് ഷെഡും ഒരുപാട് ആക്ഷൻ സീക്വൻസുള്ള ഒരു പടമാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭവം നമ്മളിപ്പോൾ ഈ അലീസ് എന്ന് പറയുമ്പോൾ നാരോ പാസേജ് എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ വളരെ ഡിം ലൈറ്റുള്ള ലോക്കൽ ബാർസ്, ഡോർവേസ്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ആക്ഷൻസ് നടക്കുന്ന സമയത്ത് ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ ഈ ഷോട്ടുകളായിട്ട് വരുന്നത് നമ്മൾ മുന്നേ കാണാത്ത ഷോട്ടുകൾ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഈ സിനിമയിൽ ഭയങ്കരമായിട്ട്, ഇതിൻ്റെ ഒരു ഇഫക്റ്റും ഇമ്പാക്റ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അതെന്തായാലും അത് വളരെ നല്ലൊരു ഡിറക്ഷൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ സംഭവങ്ങൾക്ക് വളരെ തോട്ട്ഫുള്ളായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിട്ടാണ് എനിക്കതെല്ലാം തോന്നിയത്.
കാരണം നമ്മളിങ്ങനെ അത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മൾ ഈ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതിന് ഇത്തരം സീക്വൻസുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഈ സിനിമ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് ധനുഷിൻ്റെ ഫസ്റ്റ് പടമായിട്ടുള്ള എനിക്ക് തോന്നുന്നു 2017 മറ്റോ റിലീസ് ചെയ്തിട്ടുള്ള പാപ്പാണ്ടിയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിനിമ അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആസ് എ ഡയറക്ടർ പിന്നെ ധനുഷ് ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രൂംഡാണെന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ധനുഷ് ഇനിയും വേറെ ഒരുപാട് ജോൺറിയിലുള്ള പടങ്ങളൊക്കെ എടുക്കട്ടെ. കാരണം ധനുഷിന് ഇതിലൊരു ഫ്ലെയർ എന്തായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഫ്യൂച്ചറിലും എടുക്കട്ടെ എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനുള്ള സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.